ഹലോ ഹായ്, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് പെട്ടെന്ന് കുടംപുളി ഇട്ടൊരു മീൻകറി വെച്ചാലോ? ഷാപ്പിലെയൊക്കെ സ്റ്റൈലിലാണേ. ഇത് കൂടുതലും കോട്ടയംകാരൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത്. കോട്ടയം പത്തനംതിട്ടയൊക്കെ. എൻ്റെ അമ്മ പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ട പന്തളം. എൻ്റെ അച്ഛൻ തിരുവനന്തപുരംകാരനാണ്. പത്തനംതിട്ടയിൽ നിന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു പിടി ചെറിയുള്ളി മതി കേട്ടോ. ഇത് കൊല്ലംകാരൊക്കെ കൂടുതലും പുളി തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ഇത് നമ്മൾ മീൻ വെട്ടി കഴുകിയിട്ട് ഉപ്പും കുടംപുളി ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ മീൻ്റെ അകത്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. കടുവിട്ട് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് അല്പം വഴണ്ട് വരുമ്പോഴത്തേന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ശകല മഞ്ഞൾപ്പൊടി, ശകല ഉലുവാപ്പൊടിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് വലിയ എരി കാണത്തില്ല. മുളക് പൊടിയാണ് കൂടുതൽ എടുക്കാനുള്ളത്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അധികം ഉടഞ്ഞു പോകേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. മീൻ്റെ അകത്തെ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ചിരുന്നതുകൊണ്ടാണ് മീനിന് ആ കളറ്, മീൻ വെള്ളത്തിന് ആ കളറ്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട, മീൻ്റെ അകത്ത് തന്നെ ആവശ്യമുള്ള എന്നിട്ട് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ സമയത്തൊന്ന് വേസ്റ്റ് കളഞ്ഞിട്ട് വരാം. ഇത് പച്ചക്കറി വേസ്റ്റ് അമ്മയ്ക്കുള്ളതും പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്കുള്ളതാണേ. ഇത് നമ്മുടെ മീൻകറി റെഡിയായി. ലാസ്റ്റ് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയാണേ. അടിപൊളിയാണ്. നമ്മുടെ ഷാപ്പിലൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് എരിയും നല്ല പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. ഇതാ കണ്ടോ, നല്ല കുറുകിയ ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ.